എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മോന് നല്ലത് വരും. അമ്മ, അവർ തമ്മിൽ സംസാരിക്കട്ടെ. വേദ, വേദ, നീലെന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്നോടൊന്നും സംസാരിക്കാനില്ലേ? എന്താ സംസാരിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരണോ? എന്തൊക്കെ സംസാരിക്കാം. ആ, ഞാൻ തന്നെ ചോദിക്കാം. നീൽ എന്ത് കഴിച്ചു? കഴിച്ചു. നീലിന് മിണ്ടാൻ താല്പര്യമില്ലേ? നീ പറ, ഞാൻ കേൾക്കാം. അതുപോരാ, ഇവിടെ ഇരിക്ക. ഇങ്ങോട്ടും പറയണം. ഡോക്ടറെ രാവിലെ കാണാൻ വന്നപ്പോ പറഞ്ഞിരുന്നു നീല് വരുമെന്ന്. എന്താന്നറിയില്ല നീൽ. നീല് വരുമ്പോ മാത്രമേ എനിക്ക് സന്തോഷം തോന്നുള്ളൂ. ബാക്കി ആരെ കണ്ടാലും ദേഷ്യ. അതൊക്കെ പതുക്കെ മാറും. എന്നെപ്പോലെയാണ് മറ്റുള്ളവരൊന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല നീൽ. നീലിനെ പോലെ അല്ല മറ്റാരും. അവർക്ക് ആർക്കും എനിക്ക് സന്തോഷം തരാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഏതു നേരവും വേദന കൂടെ നിൽക്കാൻ പറ്റണമെന്നില്ല. എനിക്കും എന്റേതായ തിരക്കുകളുണ്ട്. ഉണ്ടായിക്കോട്ടെ, ആ തിരക്കുകളൊക്കെ വേഗം തീർത്തിട്ട് ഓടി വന്നാ മതി. പിന്നെ നീൽ, ഞാൻ ഇന്നൊരു മഴവില്ല് കണ്ടു. ഈ വേനൽക്കാലത്തോ? ആ, എപ്പോ വേണേലും കാണാം. വായിൽ വെള്ളം എടുത്ത് സൂര്യന് നേരെ ഒന്ന് തുപ്പിയാ മതി. അന്തരീക്ഷത്തിൽ മഴവില്ല് കാണാം. മഴവില്ല് പക്ഷേ എന്റെ സന്തോഷം പോലെ അനിൽ പെട്ടെന്ന് മാഞ്ഞു പോ. എനിക്ക് ഒരിക്കലും മായാത്ത മഴവില്ല് വേണം. നമുക്ക് അച്ഛനോട് പറയാം. ഏതച്ഛൻ? അങ്ങനെ ചോദിക്കുന്നീലേ. ഇവളുടെ പരവേശം കണ്ടാ തോന്നും വേദ ഇവളുടെ സ്വന്തം ചേച്ചിയാണെന്ന്. വേദയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ടെൻഷനാ ഇവൾക്ക്. അത് പിന്നെ ഇല്ലാതിരിക്കോ? എന്റെ ഫ്രണ്ടാ വേദ. മനസ്സുകൊണ്ട് നീലിന്റെ ഭാര്യ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചവള് ആ വേദയാ ഇപ്പൊ ഇവൻ കാരണം മനസ്സിന്റെ സമനില തെറ്റി കിടക്കുന്നത്. വേദ ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. നീലിനെ സ്നേഹിച്ചു. ഇവൻ കൊടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്കാ സങ്കടം താങ്ങാൻ പറ്റാതെ വരുമ്പോ ഭ്രാന്ത് വരിക. ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടായിരിക്കും നിനക്കത് വരാത്തത്. ചുമ്മാ തമാശക്കല്ലേ നീ? തിരിച്ചു വന്നത് ഒട്ടും ശരിയായില്ല. ഇന്ന് രാത്രി കൂടെ ഉണ്ടാവണമെന്ന് വേദ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ? നിനക്ക് കേൾക്കായിരുന്നു. തെറ്റായിപ്പോയി. നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ക്രൂരിയാ നീ. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. വേദ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇവിടെ ഇരുന്ന് ആരും സൂഹിക്കണ്ട. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അറിയാലോ അവളുടെ സ്വഭാവം. അല്ല, ഇനി ആരെന്തു പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. വേദയ്ക്ക് അസുഖം വന്ന സ്ഥിതിക്ക് ആ അധ്യായം അവസാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്കറിയില്ല ഗിരി, ഒന്നും എനിക്കറിയില്ല.
വന്നില്ലേ ആള്? ഇല്ലെന്നേ, 3/4 മണിക്കൂറായി കാത്തിരിക്കുന്നു. അതൊരു സുഖമുള്ള ഏർപ്പാടല്ലേ ഈ കാത്തുനിൽപ്പ്? ആ, ഒരു തരത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും ടെൻഷനാ. എന്തിന്? ഏത് നിമിഷവും അവളുടെ വിസിറ്റ് ഉണ്ടാവും. ആ തടിച്ചിടെ അറിയാലോ. എന്തിനാണ് വരുന്നതെന്ന് അറിയാലോ. കാല് പിടിക്കാൻ, നീലിനെ തിരിച്ചു ചോദിക്കാൻ. സമ്മതിച്ചേക്കരുത്. അഭിനയിച്ചങ്ങ് തകർത്തേക്കണം. നീലിനെ തന്നെക്കാളും ആവശ്യം വേദയ്ക്കാണെന്ന് സ്വാതിക്ക് തോന്നണം. അപ്പൊ അവള് താനേം ഒഴിഞ്ഞു പൊയ്ക്കോളും. അത് ഞാൻ ഏറ്റു. ഉള്ളത് പറയാലോ. അവളെ സമ്മതിക്കണം. എനിക്ക് പോലും റെസ്പെക്ട് തോന്നിപ്പോയി. സത്യത്തിൽ നീലിനൊട്ടും താല്പര്യമില്ല. സ്വാതിയ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു നിൽക്കുന്നത്. നമ്മളാരെങ്കിലും അറിഞ്ഞെങ്കിൽ നീലിനെ ഈ പരിസരത്തേക്ക് പോലും വിടില്ലായിരുന്നു. പക്ഷെ സ്വാതി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതവള് മണ്ടിയായിട്ടാ. അതല്ല വേദ, അവളുടെ ഉള്ളിൽ നന്മയുണ്ട്. അത് നമ്മൾ പേടിക്കണം. ഞാനായിട്ട് ഒരിക്കലും സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷേ സ്വാതിയാണ് എന്നെ നിർബന്ധിക്കുന്നത്. വേദയ്ക്ക് വേണ്ടി എന്ത് വലിയ ത്യാഗം ചെയ്യാനും അവൾ ഒരുക്കമാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ഞാനല്ലേ? അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് ശരികളുമുണ്ട്. ആ ശരികളിൽ തെറ്റുകാരന്റെ മുഖം അതെന്റെ മാത്രമാണ് ഗിരി. എന്റെ പക്വതയില്ലായ്മ, പിടിപ്പുകേട്, അതിന്റെ ഇരകളാണ് സ്വാതിയും വേദയും. ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് വേദയ്ക്ക് വേണ്ടി ബാധിച്ചതും ഇപ്പൊ സ്വാതിക്ക് വേണ്ടി ബാധിക്കുന്നതും ഒക്കെ എന്റെ സൗകര്യത്തിനനുസരിച്ചാ. എളുപ്പത്തിൽ വെച്ചു മാറാൻ കഴിയുന്ന ഒന്നല്ല ജീവിതമെന്ന പാഠം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമ്മൾ വിട്ടുകളഞ്ഞാലും നമ്മളെ വിട്ടുപോകാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടത് സ്വാതിയായിരുന്നെങ്കിൽ ഇപ്പോഴാ സ്ഥാനത്ത് വേദയാണെന്ന് മാത്രം. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. വല്ലാത്തൊരു കുരുക്കിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഏട്ടത്തിക്കും നിന്നെ വേണം, വേദയ്ക്കും നിന്നെ വേണം. ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് സ്വാതിയെ മതി. പക്ഷെ വേദയോ? അതാണ് സ്വാതി ചോദിക്കുന്നത്. വേദ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടൊരു ജീവിതം അവൾക്ക് വേണ്ട. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാലും ഒരിക്കലും സന്തോഷം കിട്ടില്ല എന്ന് സ്വാതി പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? സത്യത്തിൽ എന്റെ മുമ്പിൽ വേറെ മറുപടി ഇല്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് വേദയെ മറക്കാൻ. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ പ്രശ്നത്തിൽ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ നിനക്കൊരു പക്ഷെ പറ്റിയെന്ന് വരില്ല. എനിക്കറിയാം. അതിന്റെ സങ്കടത്തിലാ ഗിരി ഞാനിപ്പോ. എനിക്കൊരു കാര്യം ബോധ്യമായി. നമ്മുടെ ജീവിതം നന്നാക്കുന്നതിനും തകർക്കുന്നതിനും വിധിക്കോ ദൈവത്തിനോ ഒന്നും പങ്കില്ല. നമ്മുടെ ജീവിതത്തിലെ നായകനും വില്ലനും നമ്മൾ തന്നെയാ. നീ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വില്ലനായിരുന്നുവെന്ന്. അത് ശരിയാണ്. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ. ഇതിവിടെ കിടക്കുന്നിടത്തോളം കാലം നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതല്ല നിനക്ക് പിരിയണമെന്നാണെങ്കിൽ ഈ താലിയും കഴിച്ചു തന്നേക്ക്.